ഹലോ ഗായ്സ്, നമ്മൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലെ ഏകദേശം 7 മണിയായി. പെട്ടെന്ന് തന്നെ പണികളൊക്കെ കഴിച്ച് നമ്മൾ ബാക്കി കുറച്ച് വർക്കുകളോടെ ബാക്കിയുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സൊക്കെ ദൂരെ അങ്ങ് കാണുക കേട്ടോ. വളരെ നല്ല കിടിലൻ കാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ അടുക്കി പറക്കി വെച്ച് താഴെ നമ്മൾ പഞ്ച് ചെയ്യാൻ പോയ സമയത്ത് അവിടെ സ്ഥിരം കാണുന്നൊരു കാഴ്ചയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നഴ്സിംഗ് സ്റ്റുഡൻസ് വന്നിട്ട് അറ്റൻഡൻസ് എടുക്കുന്നത്. അങ്ങനെ പുറത്തിറങ്ങിയ സമയത്ത് ആഷിയും പാർവതിയും കൂടെ പഞ്ച് ചെയ്ത് പുറത്തിറങ്ങുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണ്ടി നമ്മുടെ ഗ്രേസിയെക്കുട്ടൻ പുറത്ത് കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് റൂമിലെത്തിയപ്പോൾ താഴെ നിന്ന് യാസർക്ക് വിളിക്കുന്നത് കുറച്ച് പച്ച മാങ്ങ പഴുപ്പിക്കാൻ വേണ്ടി മേടിച്ചിട്ടുണ്ട്, വേണോ എന്ന് ചോദിച്ചിട്ട്. ഒന്നും നോക്കാതെ താഴെ പോയപ്പോൾ നല്ല കിടിലൻ അൽഫോൺസോ മാങ്ങ ഉണ്ട് കേട്ടോ. ഞങ്ങളിത് എല്ലാ വർഷവും മേടിക്കുന്നതാണ്. രാത്രി ഡ്യൂട്ടി ആയതുകൊണ്ട് എനിക്ക് രാവിലെ പോയി മേടിക്കാൻ പറ്റിയില്ല. ഇതല്ലാതെ തന്നെ പിന്നെ ബഗനപ്പള്ളി എന്ന് പറയുന്ന വലിയ ഈ ഒരു മാങ്ങയുണ്ട് കേട്ടോ. പക്ഷേ ഞാനും ആഷിയും രണ്ടുപേരും മാത്രം ഉള്ളതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് മാങ്ങ മാത്രമേ പ്രാവശ്യം മേടിച്ചിട്ടുള്ളൂ. തിരിച്ച് റൂമിലെത്തിയപ്പോഴത്തേക്ക് ആഷി നല്ല കിടിലൻ ചിയാസയുടെ ഡ്രിങ്കും ഉപ്പുമാവും നല്ല കിടിലൻ ബുൾസയും വെള്ളമൊഴിക്കാത്ത നല്ല കട്ടി പാൽച്ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പച്ചമാങ്ങകളെല്ലാം പൊതിഞ്ഞ് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് നല്ല കുട്ടപ്പന്മാരാക്കി നമ്മൾ 2 ദിവസം പഴുക്കാൻ വേണ്ടി വെക്കുകയാണ്. പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി ഒരു 2 മണിയായപ്പോൾ എണീറ്റ് ഒന്ന് മുടി വെട്ടാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. പിന്നെ നമ്മൾ ഓഫീസ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ അഡ്മിൻ സെക്ഷനിലേക്ക് പോയി. ഇവിടുത്തെ ഏറ്റവും ചടപ്പ് പിടിച്ചൊരു പരിപാടിയാണ് ഇവിടുത്തെ ഓഫീസ് സെക്ഷന് കയറി ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ പോകുന്ന വഴി നമ്മളൊരു പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടി ഒരു കടയിലൊക്കെ കയറി. പിന്നെ നമ്മൾ നേരെ പോയത് നമ്മളെ മഹാദേവണ്ണൻ്റെ ബാർബർ ഷോപ്പിലേക്കാണ് കേട്ടോ. സ്ഥിരം ഞാൻ ഇവിടെ തന്നെയാണ് വരാറ്. ആള് കുറച്ച് പഴയതാണെങ്കിലും കൈ നല്ല കിടിലൻ വർക്കാണ് കേട്ടോ. അങ്ങനെ 15 മിനിറ്റ് ആയപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ മുടിയൊക്കെ വിട്ട് ഞാൻ പുറത്തിറങ്ങി. ഈ കാണുന്ന ഫ്രണ്ടിലുള്ള മുടിയൊന്നും ഇല്ല കേട്ടോ, ബാക്കിലൊക്കെ മുടി പോയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ കാണാം, ബൈ.